എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു വിപത്തിനെ കുറിച്ചാണ്. അതായത് അത് ഓൾറെഡി നമ്മൾ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ഹണ്ടിലാണ്. മയക്കുമരുന്നിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. എന്നാൽ അതിനും അപ്പുറമുള്ള ഒരു മഹാരോഗത്തെക്കുറിച്ചാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. ഇടയ്ക്ക് മലപ്പുറത്ത് നിന്നും മയക്കുമരുന്ന് ഉപയോഗിച്ചവരെ കണ്ടെത്തുകയും അവരെ മെഡിക്കൽ ചികിത്സയ്ക്ക് വിധേയരാക്കിയപ്പോൾ അവരിൽ നിന്നും HIV ബാധ കണ്ടെത്തിയിരിക്കുന്നു. വളരെ ആപൽക്കരമായ ഒരു റിപ്പോർട്ടാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഈ മയക്കുമരുന്നിന് ഉപയോഗിക്കുന്ന സിറിഞ്ച്, ഒരാൾ ഉപയോഗിക്കുന്ന സിറിഞ്ച് അവർ 10 പേർ ഉപയോഗിക്കുന്നു. വളരെ ആപൽക്കരമായ ഒരു സംവിധാനമാണിത്. ഒന്ന്. രണ്ടാമത്, വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരുടെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി നോക്കുമ്പോൾ ഒരു കുറഞ്ഞ അളവിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും കുറഞ്ഞ അളവിൽ മയക്കുമരുന്ന് അവരുടെ കൈവശമുള്ളവർക്കും കുഴപ്പമില്ല. അവർ സ്റ്റേഷൻ ജാമ്യത്തിൽ യാതൊരു കുഴപ്പമില്ലാതെ ഇറങ്ങിപ്പോകുന്നു. അവർ ആ മയക്കുമരുന്ന് അടുത്ത ദിവസം ഉപയോഗിക്കാം. കാരണം അവർക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നു. ഇത് വളരെ ദുർഘടം പിടിച്ചൊരവസ്ഥയാണ്. അപകടമെന്ന് ഏറ്റവും വലിയ അപകടമാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവർ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നു. കാര്യം അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോരാം. പിന്നെ അവർ പിടിക്കപ്പെടാതിരിക്കാൻ കുറച്ചൊക്കെ മാറി നിൽക്കും. അപ്പോൾ ആ മയക്കുമരുന്ന് നാം വിചാരിക്കുന്ന രീതിയിൽ ഇവിടെ നിന്ന് മൊത്തം മാറ്റാൻ പറ്റില്ല. അത് ഇവിടെ തന്നെ ഉണ്ടാകും, നിലനിൽക്കും. ഈ നിയമത്തിന് ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഈ ചെയ്യുന്നതെല്ലാം വെറുതെയാകും. അപ്പോൾ ഉടൻ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ അളവിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യത വരുത്തേണ്ട വളരെ ആവശ്യമാണ്. കാരണം അത് 1 ഗ്രാം മുതൽ എത്ര ആയിരുന്നാലും ശിക്ഷ ഒന്നായിരിക്കണം. അവനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന ഒരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല. ഇത് ഒരു കാര്യം. ഇനി അടുത്തത്, രണ്ടാമത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിൽ വരുത്തി വയ്ക്കാറുണ്ട്. ഇനി അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് കൂടത്തേ ഉള്ളൂ. അതിന് കാരണം ഒരു മയക്കുമരുന്നിന് ഒരുത്തിനെ പിടിക്കപ്പെട്ടാൽ അവൻ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോരും. ഇവൻ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ ഇവന് ജാമ്യത്തിലെടുക്കാൻ വരുന്നവർ നോക്കണം. എനിക്കറിയില്ല എൻ്റേത്. ജാമ്യത്തിൽ മിക്കവാറും എൻ്റെ അറിവ് ശരിയാണ് നമ്മുടെ ലോക്കലുള്ള ഒരു കേരളക്കാരൻ വേണം, എങ്കിലേ ജാമ്യം കൊടുക്കാവൂ. അല്ല ഒരു ഹിന്ദിക്കാരനെ വെച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അവനെന്ന് ജാമ്യം എടുത്ത് ഇവൻ അങ്ങോട്ടും രണ്ട് വഴിക്ക് വരെ പിന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പിടിക്കുന്നതും കഷ്ടപ്പെടുന്നതും വെറുതെയാകും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ ചെയ്യാമെന്നുള്ളൊരു പ്രത്യേക പണി. ഇങ്ങനെ പിടിക്കപ്പെടുന്ന അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും സൈബർ സെല്ലിന് കൈമാറണം. ഫോട്ടോ അടക്കം അവൻ്റെ ID കാർഡില്ല. എന്നിട്ട് ഇതിൽ കൂടി കേരളത്തിൻ്റെ എല്ലാ സ്റ്റേഷനിലും കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കണം. അടുത്ത പോയിൻ്റ്, ഇനി ഈ ക്രൈം നമ്മുടെ ഈ മയക്കുമരുന്ന് ഉപയോഗം നിർത്തലാക്കാനുള്ള മറ്റൊരു പ്രധാന വഴി, ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു അതിഥി തൊഴിലാളി വർക്ക് ചെയ്യുന്നെങ്കിൽ അവൻ ഏത് സ്റ്റേഷൻ പരിധി എന്ന് കാണിച്ചാൽ, സ്റ്റേഷൻ പരിധി അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേഷനിൽ ഇവൻ പോയി ഒരു ക്ലിയറൻസ് ലെറ്റർ വാങ്ങണം. ഇവൻ ക്രിമിനൽ അല്ല, ഇവന് കുഴപ്പമില്ല, ഇവൻ ഇവിടെ വർക്ക് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു, അവന് കുഴപ്പമില്ല. അങ്ങനൊരു ലെറ്റർ എല്ലാ ഈ തൊഴിലാളികളും കയ്യിൽ വാങ്ങിയിരിക്കണം. അത് മസ്റ്റാണ്. കാരണം നിങ്ങൾക്കറിയാം, നേരം വെളുക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ പല ഭാഗത്തിൽ ഈ തൊഴിലാളികൾ ഒന്നിച്ചങ്ങ് കൂടും. അവിടെ നിന്നാണ് ആവശ്യമുള്ളൊരു മേസൻ, കാർപ്പൻ്റർ, ഇങ്ങനെ പലരെയും വിളിച്ചുകൊണ്ട് പോണത്. ഇവരേത് ക്രിമിനൽ എന്താണെന്ന് നമുക്കറിയില്ല.
ഇതിൽ വന്ന് ക്രിമിനൽസും കാണും. ഇവൻ പോയി ഏതെങ്കിലും വീട്ടിൽ പണി ചെയ്താൽ അവനെല്ലാം നോട്ട് വെച്ചിരിക്കും, നെക്സ്റ്റ് 1-2 ദിവസം അവിടെ ഒന്ന് കൊള്ളയടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട പ്രധാന കാരണം, ജോലിക്ക് ആരെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മുടെ ആവശ്യത്തിന് ജോലിക്ക് വിളിച്ചാൽ അവൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ ക്ലിയറൻസ് ലെറ്റർ, ആദ്യം അവൻ്റെ സ്റ്റേഷനിൽ നിന്നുള്ള ക്ലിയറൻസ് ലെറ്റർ ഉണ്ടോ ഇല്ലയോ നോക്കണം. കാരണം ഇവനിപ്പോൾ ട്രിവാൻഡ്രത്ത് ക്ലിയറൻസ് ലെറ്റർ വാങ്ങുന്ന ഒരുത്തം കൊല്ലത്ത് പോയി വർക്ക് ചെയ്താൽ സമ്മതിക്കാൻ പാടില്ല. നോ, കൊല്ലത്ത് വർക്ക് ചെയ്യണമെങ്കിൽ കൊല്ലത്തെ സ്റ്റേഷൻ്റെ ലെറ്റർ അവനുണ്ടായിരിക്കണം. അത് ഈസിയാണ്. ഇവനിപ്പോൾ ട്രിവാൻഡ്രത്തെ സ്റ്റേഷൻ്റെ ഡീറ്റെയിൽ ലെറ്റർ ഉണ്ടെങ്കിൽ ഇവൻ അത് കാണിച്ചാൽ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലെറ്റർ കൊടുക്കാം. കാരണം ആൾറെഡി ഇവൻ്റെ റെക്കോർഡ്സ് എല്ലാം വന്ന് സൈബർ സെല്ലും ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ അവർ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ അവർക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ കൂടെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ എവിടെ ഉള്ള ആളാണ്, ഇവൻ ആൾ ക്ലിയർ ആണോ വല്ല ക്രിമിനൽസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ പോണവന് വീണ്ടും അവൻ അവിടെ ഇരുന്ന് വീണ്ടും ഈ മയക്കുമരുന്നിന് അനുവദിക്കരുത്. അവൻ അപ്പം തന്നെ അടുത്ത ട്രെയിനിൽ തന്നെ അവനെ ഡീപ്പോർട്ട് അവൻ്റെ സ്ഥലത്തേക്ക് വിട്ടേക്കണം. ഈ ഏരിയയിൽ അവന് ജോലി ചെയ്യാൻ പാടില്ല. കാരണം അത് കുറ്റകരമാണ്. അവന് ചെറിയൊരു ഗ്രാമിൽ അവന് മയക്കുമരുന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കയ്യിൽ വയ്ക്കാം, അവന് കുഴപ്പമില്ല. അടുത്ത ദിവസം അവന് ഉപയോഗിക്കാനോ പോലീസ് വിളിക്കാൻ ഒരു സ്റ്റേഷൻ ജാമ്യം അവന് ഈസിയാണ്. ആർക്കും ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു വ്യവസ്ഥിതി നമ്മൾ മാറ്റിയെടുക്കണം. രണ്ടാമത്, ഇതിൽ എനിക്ക് തോന്നുന്നത് മലപ്പുറം ഏരിയയിൽ 4 മലയാളീസിനും നമ്മുടെ കേരളക്കാർക്കും ഈ HIV ബാധ കണ്ടെത്തിയിരിക്കുന്നു. അതും ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പിൽ കൂടി കണ്ടുപിടിക്കാൻ സാധിച്ചതാണ്. ഇതിന് അടിയന്തരമായ ഒരു നിവാരണ മാർഗം നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ കേരളം നാളെ എയ്ഡ്സിൻ്റെയും HIV-യുടെയും കേന്ദ്രമായിട്ട് മാറും. ഇതെല്ലാം ഒരു സൂചനയാണ്, ഇതെല്ലാം അപകട സൂചനയാണ്. ഒപ്പം തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ആഭ്യന്തര വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇമ്മീഡിയറ്റായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഒരു കോർഡിനേറ്റ് ചെയ്ത് ഇവരുടെ ആ ഒരു ഗ്രാം മയക്കുമരുന്നായിരുന്നാലും 1 കിലോ മയക്കുമരുന്ന് ഇവൻ്റെയൊക്കെ ശിക്ഷ ഒന്നാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിനൊരു അതിർത്തി, നമുക്കൊരു എന്താ പറയുക, ഒരു സ്റ്റോപ്പേജ് കണ്ടെത്താൻ പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ബുദ്ധിമുട്ടുന്നതുകൊണ്ട്, കഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരു ഗുണവും കാണത്തില്ല. സോ കഷ്ടപ്പെട്ട് ഇവരെ ഹണ്ട് ചെയ്ത് പിടിക്കുമ്പോൾ അവന് അനായാസം ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രദർശനം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരിപ്പോൾ തന്നെ കാട്ടിക്കൂട്ടുന്നില്ല. അപ്പോൾ ഇവൻ എത്ര ഗ്രാം അവൻ കാൽക്കുലേറ്റ് അതേ കഴിക്കത്തുള്ളൂ. അവന് കുറച്ച് ബോധമില്ല, അത് മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ പോലീസുകാരുടെ അതിൻ്റെ എക്സ്പെൻസും എല്ലാം നമ്മൾ വഹിക്കുകയും ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവന് ഈ ചെറിയ രീതിയിലെങ്കിൽ അവന് ഡ്രഗ്സ് പിടിച്ച് അവൻ്റെ കാര്യം നടത്താൻ പറ്റും. ഇതിൻ്റെ അവസാനം കണ്ടെത്തിയേ പറ്റൂ. അതുകൊണ്ട് പ്രധാനമായിട്ട് നമ്മുടെ നാട്ടുകാരൊന്ന് സഹകരിക്കണം. അത് നാട്ടുകാരും ചോദിക്കണം, ആർക്ക് ജോലി കൊടുത്താലും അവൻ്റെ ഐഡൻറ്റിറ്റി കാണണം, ഐഡൻറ്റിറ്റി ചെക്കപ്പ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ജോലി കൊടുക്കാം. അങ്ങനെ ജോലി കൊടുത്തില്ലെങ്കിൽ നാളെ നമുക്കതൊരു വലിയ അപകടം നമ്മൾ ക്ഷണിച്ചു വരുന്നതായി നമ്മൾ കാണുക. അങ്ങനെയുള്ളവർ മാത്രം ഈ ഒരു പോലീസ് ക്ലിയറൻസിൻ്റെ ലെറ്റർ കയ്യിലുണ്ടെങ്കിൽ മാത്രം അവരെ വിളിക്കുക, ജോലി കൊടുക്കുക. അങ്ങനെ ഒരു സംവിധാനത്തിലോട്ട് നിങ്ങളെത്തുക. ഇതൊരു പ്രധാന അറിയിപ്പാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വിവരങ്ങൾ നിങ്ങൾ അറിയിക്കണം. ഈ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെടുന്നവരും ഇവരായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ മയക്കുമരുന്ന് എന്തെങ്കിലും ഈ സിറിഞ്ചൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു മഹാരോഗം ആയിരിക്കുമെന്ന് കാണുക. വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ. താങ്ക് യു.